ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് നിങ്ങളോട് സുദീർഘമായ ഒരു ദൂത് സംസാരിക്കാനായി നിൽക്കുകയല്ല. So I am not going to deliver a prolonged message this noontime. ഒരു ചെറിയ ഒരു ദൂത്, A short message. അതിങ്ങനെയാണ്: യേശു വരാറായി എന്നതാണ്. Jesus is coming. യേശു വരാറായി, അതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളതായ ദൂത്. Jesus is going to come is today's message to you. നമ്മുടെ കർത്താവ് തൻ്റെ വരവ് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം തൻ്റെ വരവിൻ്റെ മാറ്റൊലി അറിയത്തക്കവണ്ണം പല കാര്യങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. When the coming of the Lord is very nigh, you not understand the reflections and echoes of his coming. We understand signs all over the world which are recorded already in the scripture. ആദ്യ നൂറ്റാണ്ട് മുതൽ യേശു വരുന്നു എന്ന് വിശുദ്ധന്മാർ പ്രഘോഷിച്ചു. ദൈവജനം കാത്തിരുന്നു. ഇതുവരെയും നടന്നിട്ടില്ല. Right from the first century, the saints have been proclaimed that our Lord is coming soon, and saints have been avidly waiting for, and so far that event hasn't materialized. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഇങ്ങനെ അനന്തമായി നീളും എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? Therefore, do you think that in such a way the coming of the Lord shall get delayed? അങ്ങനെയുള്ള ചിന്താഗതി ഇന്ന് തന്നെയല്ല, ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. The same thought not even today, even that persisted in the first century itself. ക്രിസ്തു വരുന്നുവെന്ന് പ്രസംഗിച്ചിട്ട് അവൻ എവിടെ എന്ന് പരിഹാസരൂപേണ ചോദിക്കുന്നവര് ആദ്യ നൂറ്റാണ്ടിലെ ഉണ്ടായിരുന്നു. After preaching that Christ is coming soon, and there are many scoffers in a ridiculous fashion, they asked, where is his coming? അതിന് വ്യക്തമായ മറുപടി വിശുദ്ധ പത്രോസ് തന്റെ രണ്ടാം ലേഖനത്തിൽ കൊടുക്കുന്നുണ്ട്. Saint Peter extends a suitable reply to the same in his second epistle. അതേ പരിഹാസികൾ എന്താണ് പറയുന്നത്? What do the scoffers say? പിതാക്കന്മാരുടെ കാലത്ത് ലോകം എങ്ങനെയിരുന്നുവോ അതുപോലെ ഇന്നും ഇരിക്കുകയാണ്. ഇതിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. As in the days of the forefathers, the same is the true of the world's condition today, and therefore no much a transition is going to take place. നിങ്ങൾ പറയുന്നത് പോലെ ഈ ലോകത്തിന് വലിയ മാറ്റങ്ങളോ ക്രിസ്തുവിന്റെ വരവോ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പരിഹസിക്കുന്നവർ. And there are people who scoff, saying, as you mentioned, Christ is not going to appear for the second time, and this universe is not going to be changed according to your explanation. എന്നാൽ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിന് വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But the word of God in quite unambiguous terms says that the great transition is going to take place to this world. അവിടുത്തെ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. Everything that is recorded in the scripture is getting fulfilled as it is. ആകയാൽ കർത്താവ് താൻ വരുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുകയില്ല. Therefore, God shall not delay in fulfilling his promise that he will appear. എന്തായിരിക്കും താമസിക്കുന്നതിനൊരു കാരണം? If that being so, what might be the reason for his delay? പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കും. 2 Peter chapter 3 verse 9. The Lord is not slack concerning his promise, as some men count slackness, but is long-suffering to usward, not willing that any should perish, but that all should come to repentance. ചിലർ താമസിച്ചെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഈ തിരുവിടത്തിൽ കർത്താവ് വരും എന്ന വാഗ്ദത്തം നിവർത്തിപ്പാൻ ഇനി അധികം താമസിക്കുകയില്ല. It is in this passage we read, the Lord shall not delay his promise that he shall come soon. ഈ തിരുവെടുത്ത് AD 70 എഴുതുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പല കാര്യങ്ങളും നിറവേറുവാനായിട്ടുണ്ടായിരുന്നു. When this was written in the scripture in AD 70, many things which are mentioned had to be fulfilled. കർത്താവ് വരുന്നു എന്ന അപ്പോസ്തലന്മാര് അവിടെ പ്രത്യാശയുടെ ആധിക്യം കൊണ്ട് പറഞ്ഞെങ്കിലും തിരുവിടത്തിൽ എത്രയോ കാര്യങ്ങൾ നിറവേറുവാൻ കിടന്നിരുന്നു. Even though because of the intensity of the zeal, the apostles, the saints said that the Lord was coming, many things which would have to be fulfilled in the scripture. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. But today things are quite different. തന്റെ വരവിനെ സംബന്ധിച്ചും വരവിന് മുൻപായി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. Concerning the coming of the Lord,
And the signs events which had to be fulfilled before his coming, to a vast extent, almost everything is fulfilled. കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് അന്ത്യകാല ലക്ഷണങ്ങൾ തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം നാം അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയും. In relation to the coming of the Lord, when we examine the word of God, we can understand the signs taking place everywhere. അതിന്റെ സഭയോട് ബന്ധപ്പെട്ടതായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ When we think about the events in connection with the church, സുവിശേഷ പ്രഘോഷണം ശക്തിയായി നടക്കും. proclamation of the gospel shall be intensified വലിയ everywhere. ഉണർവ് A നടന്നുകൊണ്ടിരിക്കുകയാണ്. great revival is taking place everywhere. അതോടൊപ്പം ദൈവജനത്തിന് വിശ്വാസത്യാഗവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Eventually, apostasy or fallen away will also take place among the people of God. കള്ള പ്രവാചകന്മാരും അതെ കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. False prophets and false Christ also come to the scene. സത്യ ക്രിസ്ത്യാനികൾക്ക് പീഡനവും അനുഭവപ്പെടുന്നു. And there is persecution for the true Christians. അനേകര് ദൈവത്തിന്റെ വചനത്തെയും വാഗ്ദത്തങ്ങളെയും പരിഹസിക്കുന്നവരായി എഴുന്നേൽക്കുന്നു. And many become people who want scoffers of the promises of God and the coming of Christ. ദൈവജനത്തിൽ തന്നെയും പലരുടെയും സ്നേഹം തണുക്കുന്നു. അതിന് കാരണം അധർമ്മം പെരുകുന്നതാണ്. Even among the people of God, the love of many gets waxed cold because iniquity abounds. സാമൂഹ്യപരമായി നമ്മൾ നോക്കുമ്പോൾ Coming to the societal level, വലിയ പരിജ്ഞാന വിസ്ഫോടനമാണ് നടക്കുന്നത്. we understand there's a great revolution with regard to knowledge. അതുപോലെ അക്രമം വർദ്ധിച്ചിരിക്കുന്നു. In the same way, there's a great multiplication of atrocities. യുദ്ധങ്ങൾ നടക്കുന്നു. Battles take place. ചില യുദ്ധങ്ങൾ നടക്കുമെന്ന ശ്രുതികൾ കേൾക്കുന്നു. And sometimes we hear rumors, then wars are ahead. ഭൂമിയും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. And the earth is also susceptible to greater changes. പ്രകൃതിക്ഷോഭങ്ങൾ, Natural calamities, സാംക്രമിക രോഗങ്ങൾ, ആക്രമണം, സാംക്രമിക രോഗങ്ങൾ, therefore contagious epidemics, the attack of epidemics, ആഗോള താപന വ്യത്യാസം, so global transition with regard to the weather. പ്രപഞ്ചവും പലവിധമായ മാറ്റങ്ങൾ വിധേയമായിരിക്കുകയാണ്. And the universe is also prone to different kinds of changes. സൂര്യമണ്ഡലത്തിലെ പ്രവർത്തനം, And there is working in the solar system, ചെറു ഗ്രഹങ്ങളോട് ബന്ധപ്പെട്ടത്, and the things connected to small planets, ആകാശത്തിൽ പ്രപഞ്ചത്തിൽ ആശ്ചര്യകരമായ ചില ദൃശ്യങ്ങൾ, the marvelous sights which take place in the sky. ഇസ്രായേലിനെ സംബന്ധിച്ചും ഈ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നിറവേറുന്നുണ്ട്. With regard to Israel also, concerning coming of the Lord, these days many things get fulfilled. ലോകമെമ്പാടും ചെതറിയിരുന്നവര് ഇന്ന് നമ്മുടെ രാഷ്ട്രമായി രൂപം കൊണ്ടിരിക്കുന്നു. The set that got scattered throughout the world, today established as a mighty kingdom. അവർ രാഷ്ട്രമായി രൂപം കൊള്ളുന്നത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായിട്ട് തിരുവെടുത്ത് പറയുമ്പോൾ രാഷ്ട്രമായി തീർന്നിട്ട് ഇന്ന് 60 വർഷമാകുന്നു. So the word of God says that they will become an independent nation. That's a sign of the coming of the Lord. After becoming so, today 6 decades passed by. ഒരു ദേവാലയ നിർമ്മാണത്തിനുള്ളതായ സജ്ജീകരണം തകൃതിയിൽ നടക്കുകയാണ്. And in haste they make all the preparations for the building of the temple. മധ്യപൂർവ്വദേശത്ത് സമാധാന ശ്രമം അതിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. It is in that suburbs and peace initiatives are hastily taken up. ലോകത്തിലെ രാഷ്ട്രീയ സ്ഥിതികളും ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. Even the political atmosphere of the world proclaims the coming of the Lord. യൂറോപ്യൻ സാമ്പത്തിക സമിതി, So European Financial Forum, ഒരു വൻശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയന്റെ വിഭജനം, we understand the division of the crumbling of Soviet Union, which was a mighty power. ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. With the fiscal condition of the world is also prone to different changes. ഒരു നാണ്യരഹിത ഒരു വ്യവസ്ഥിതി നിലവിൽ വരാൻ പോവുകയാണ്. So an international currency form is going to come into existence. ഇലക്ട്രോണിക് മാധ്യമ രംഗത്ത് വലിയ വാണിജ്യ സാധ്യതകൾ, And we can find that a great replenishment in the field of electronics communication. വിവിധ ഉപയോഗത്തിനുള്ളതായ കാർഡുകൾ നിലവിൽ വരുന്നു. And we understand many different types of cards which will come into existence. മതപരമായ രംഗത്തും അങ്ങനെ തന്നെയാണ്. നിരീശ്വര മാർഗവും ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുകയാണ്. Even the religious angle also, the way of God, mission concerning God will get strengthened. ഇത് ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് നവയുഗ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. So proclaim the arrival of Antichrist, we understand different religious sects are coming up. ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്ത് വന്ന ഈ സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുകയാണ്. All these events and signs proclaim the coming of the Lord is very nigh. ഞാൻ ഓർപ്പിച്ചതുപോലെ ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്തു വരുന്നുവെന്ന് പ്രസംഗിച്ചെന്ന് വരികിലും എത്രയോ കാര്യങ്ങൾ
വചനത്തിൽ എഴുതിയിരിക്കുന്നത് പിൽക്കാലത്താണ് നിറവേറിയത്. As I reminded now, even the first century it was preached, Jesus was coming soon. Many things which were recorded in the Bible would have to be fulfilled. They got fulfilled only these days. ആദിമാപ്പോസ്തലന്മാരുടെ കാലശേഷമാണ് ഈ ലോകത്തിൽ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരുന്ന പല കണ്ടുപിടുത്തങ്ങളും നടന്നത്. It is after the days of the first century saints only. Many inventions which are recorded in the Bible were invented. യോബിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. As it is asked to Job, the Lord puts a question to him. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, Coming to the 35th verse of Job 38, അടിയങ്ങൾ വിടകൊള്ളുന്നെന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? and canst thou send lightnings that they may go and say unto thee, here we are. ഈ ലോകത്തിൽ വൈദ്യുതി കണ്ടുപിടിക്കും എന്നതിന്റെ ഒരു സൂചനയാണ്. This is a symptom that foretells that electricity would be discovered. ഒരു കാലത്ത് വൃക്ഷങ്ങളിൽ നിന്നും കായിൽ നിന്ന് ലഭിക്കുന്നതായ ആ എണ്ണ മനുഷ്യന് അതേ വെളിച്ചത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു, ഇന്ധനമായി ഉപയോഗിച്ചിരുന്നു. Once upon a time, man used oil for the kernels as a fuel for light. പെട്രോളും മണ്ണെണ്ണയൊക്കെ ഇന്ധനമായി ഉപയോഗിച്ചൊരു കാലം. There was a time petrol and kerosene used as fuel. വൈദ്യുതി കണ്ടുപിടിച്ചതോടുകൂടെ ലോകമെമ്പാടും ഒരു വലിയ വിപ്ലവം ഉണ്ടായി. Following the invention of electricity, there was a great revolution in this scientific world. തിരുവചനം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. So an invention, a discovery that is mentioned in the word of God. മിന്നലുകളെ പറഞ്ഞയക്കുക എന്നുള്ളത് അത് ആധുനിക മിസൈലുകളെയും കൂടെ സൂചിപ്പിക്കുകയാണ്. Again, sending lightnings, it is a reference to the modern missiles. വാളും കുന്തവും പരിധിയും അമ്പും വില്ലും ഉപയോഗിച്ചിരുന്ന കാലം മാറി ഇപ്പോൾ അതിശക്തമായ മിസൈലുകൾ ഓരോ രാഷ്ട്രങ്ങളും വാരിക്കുട്ടി വെച്ചിരിക്കുന്നു. Gone are the days man's using spear, sword, shield under the leg things. Now today man has started using missiles. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ, Intercontinental ballistic missiles, SLB, MX ക്രൂയിസ് മിസൈലുകൾ, semi-screw these missiles. വളരെ വിനാശകരമായ ബോംബുകൾ പോർമുനയിൽ ഘടിപ്പിച്ച ആയിരക്കണക്കിന് മിസൈലുകൾ ഈ ലോകത്തിലെമ്പാടും ഏത് നിമിഷവും തൊടുത്തുവിടാവുന്ന നിലയിൽ സുസജ്ജമാണ്. In the battle fronts, if these highly catastrophic missiles are applied, within a moment they can be launched to any part of the world. ഇതൊക്കെ ഈ അടുത്ത കാലങ്ങളിലാണ് ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത്. These days only these things were invented. ഇതൊക്കെ വചനത്തിന് നിവൃത്തിയാണ്. Everything is the fulfillment of the scripture. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, The prophetic book of Amos chapter 3 verse 9, അവിടെ അന്തർവാഹിനിയെ കുറിച്ചുള്ളതായ സൂചനയുണ്ട്. we understand a reference to submarine. അവിടെ നമ്മൾ വായിക്കുന്നത്, We read അതിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, in chapter 9 the 3rd verse, എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും എന്നാണ് എൻ്റെ കൈ അവനെ പിടിക്കുമെന്നാണ്. we understand even it is hidden from my sight in the bottom of the sea, my hand shall hold him. ഇന്ന് ഒരു കാലത്ത് സമുദ്രത്തിന്റെ അടിയിൽ പോകുക എന്നുള്ളത് മനുഷ്യന് അപ്രാപ്യമായൊരു കാര്യമായിരുന്നു. Once upon a time it was quite a non-practicable for man to go to the deeper part of the ocean. ഇന്ന് മനുഷ്യന് അന്തർവാഹിനിയിൽ സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചു പാർക്കുവാൻ കഴിയും. Today by use of submarines man can go to the profound part of the ocean and hide there. അന്തർവാഹിനിയിൽ നിന്ന് ശക്തമായ മിസൈലുകൾ അയച്ച് വലിയ കപ്പലുകളെ നശിപ്പിക്കുവാൻ ഇന്ന് മനുഷ്യന് കഴിയുന്നുണ്ട്. Today man is able to launch very powerful missiles or submarines and thereby he can destroy or havoc ships. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, Coming to Romans chapter 10 verse 18, അവിടെ ആധുനികമായ ഒരു കണ്ടുപിടുത്തം രേഖപ്പെടുത്തിയിരിക്കുന്നു. there also we are able to understand a most sophisticated invention. അത് വായിക്കണം. But I say, have they not heard? Yes, verily, the sound went into all the earth, and the words unto the ends of the world. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്ന നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അവരുടെ നാദം സർവ്വഭൂമിയിലും പരന്നു, അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം ചെന്നുവെന്ന്. Their sound went into all the earth, their words unto the ends of the world. ഒരു മനുഷ്യന് തന്റെ ശബ്ദം നേരിൽ വയൽ കൂടെ പോകുന്നതിന് ഒരു പരിധിയുണ്ട്.
Therefore, with regard to a human being, there's a limit for his original voice to come out. ഇപ്പോൾ അത് ശബ്ദ തരംഗങ്ങളായി ലോകത്തിനറ്റം വരെയും അയക്കുവാൻ മനുഷ്യനെ കഴിയുന്നു. Now, man is able to send that as a sound waves to any part of the world. ഇപ്പോൾ നാം സംഭാഷിക്കുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ അത് ഫൈബർ കേബിളിലൂടെ വെളിച്ചമായിട്ട് അതിവേഗത്തിൽ അയക്കുകയാണ്. The telephonic conversation that you make today can be translated through cyber cables to any part of the world. ശബ്ദത്തെ വെളിച്ചമാക്കി അയക്കുവാൻ മനുഷ്യന്റെ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. So man has made invention to translate sound into light. അതിന്റെ ഫലമായി സുവിശേഷ രംഗത്ത് വലിയ സഹായമായിരിക്കുന്നു. Subsequently, in the evangelical field, there's a great supportive factor. ലോകത്തിന്റെ മുക്കിലും മൂലയിലും ദൈവത്തിന്റെ വചനം സുവിശേഷം എത്തിക്കുവാൻ ഈ കണ്ടുപിടുത്തം സഹായകമായി. So this invention will be helpful to just launch this word of God to any nook and corner of the world. ഇതെല്ലാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രവചന ഭാഗങ്ങളാണ്. അത് നിറവേറിയിരിക്കണം എന്നത് അതിപ്പോൾ നമ്മുടെ കൺമുൻപിൽ നിറവേറിയിരിക്കുകയും. All these things are the prophetical things referred to in the scripture. They got fulfilled, and the remaining things are getting fulfilled before our own eyes. നഹൂമിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, Coming to the prophetical book of Nahum, chapter 2, verse 4. വായിക്കാം. നഹൂം 2:4. The chariot shall rage in the streets, they shall jostle one against another in the broad ways, they shall seem like torches, they shall run like the lightnings. രഥങ്ങൾ തിരക്കിൽ ചടുചടാ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. രഥങ്ങൾ അത് വീതിയിൽ അങ്ങുമിങ്ങും ഓടുന്നു എന്നാണ്. So the chariots shall rage in the streets everywhere. The broadways, തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. And they are like the lamps, torches everywhere. മിന്നൽ പോലെ ഓടുന്നു. We see with that it is moving like lightning. കാളവണ്ടിയോ കുതിരവണ്ടിയോ ഒന്നും ഈ വിധത്തിൽ ഓടുന്നവയല്ല. The bullock cart, horse cart cannot run like this. ഇതൊക്കെ ഉണ്ടായിരുന്ന ആ കാലങ്ങളിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ അത് കണ്ടുപിടിക്കപ്പെടുമെന്ന് പ്രവാചകന് വെളിപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ വാചകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. The days in which these things were in existence, it was already written that the sophisticated motor vehicles that are in operation today, and they had written the same. മനുഷ്യൻ നിരത്തിലൂടെ അതിവേഗം പായുക മാത്രമല്ല, ആകാശത്തൂടെ പറക്കുവാനും ഇന്ന് പഠിച്ചിരിക്കുകയാണ്. Not only on the land, but through the space, man has learned to fly quicker. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, Coming to Isaiah chapter 60, verse 8. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? We understand who are these, like fowls coming through the clouds towards their windows. ആകാശത്തൂടെ മേഘങ്ങൾ അതിവേഗം ഓടുകയാണ്. So through the sky we understand the fast movement of the clouds. പ്രാവുള്ള പക്ഷികൾ സ്വതന്ത്രമായി അതേ വായുവിൽ പറക്കുകയാണ്. So fowls like doves independently moving. ഇത് മനുഷ്യന് സാധ്യമായത് റൈറ്റ് സഹോദരന്മാർ എയറോപ്ലെയിൻ കണ്ടുപിടിച്ചതോടുകൂടി. Wright brothers invented aeroplane. This was successful to human being. ഇന്ന് മനുഷ്യൻ ആകാശത്തൂടെ പക്ഷികളെ പോലെ പറന്നു പോകുന്നു. Today through the space man flies like birds. മനുഷ്യൻ ബഹിരാകാശ ഗവേഷണം നടത്തുമെന്നും ബഹിരാകാശ യാത്ര ചെയ്യുന്നുള്ളതായ സൂചന ദൈവവചനത്തിലുണ്ട്. Again, the word of God, we understand there's a symptom. Man shall make exploration to the space and investigations in the space. യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, The book of Job, chapter 28, verse 3. അവർ പാർപ്പുള്ളിടത്ത് നിന്ന് ദൂരെ കുഴി കുത്തുന്നു. It is from the dwelling place they quickly press on to the far lower places. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങി ആടുന്നു. And far away from human dwelling, they are just hanging. മനുഷ്യർക്ക് അകലെ, ഭൂമിയിൽ നിന്ന് വളരെ ദൂരെ അവർ തൂങ്ങി ആടുന്നു. Far away, that is from human dwelling, they are just hinging. ഇന്ന് ബഹിരാകാശ വാഹനങ്ങളിൽ പോയി ബഹിരാകാശ വാഹനങ്ങളിൽ പാർത്ത് ഗവേഷണം ചെയ്ത് ബഹിരാകാശത്ത് നടക്കുവാൻ മനുഷ്യരെ കഴിയുക. Man is going sky shuttles. He goes there, he abides in the space, and he is able to walk there. അന്യഗ്രഹങ്ങളിലേക്കും മനുഷ്യനെ കടന്നു ചെല്ലുവാനും വാഹനങ്ങൾ അയക്കുവാനും കഴിയുന്നു. Today, man is able to go to other planets and launch vehicles there. അവിടെ വായിക്കുന്നത് അവര് പാർപ്പുള്ളിടത്ത് നിന്ന് ദൂരെ കുഴി കുത്തുന്നു. It is for human habitation. They are moving on to far off places. ഭൂമിയിൽ നിന്ന് വളരെ ദൂരെ കുഴി കുത്തുന്നു. It is far away from human dwelling,
they're making their journey. അമേരിക്ക ഇപ്പോൾ ഒരു വാഹനം ചൊവ്വയിലേക്ക് അയച്ചിരിക്കുകയാണ്. So now from the States, they have sent a shuttle to the Mars. അതെ, മണിക്കൂറിൽ 8000 കിലോമീറ്റർ സ്പീഡിൽ 14 കോടിയിലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോൾ ചൊവ്വയിലേക്ക് തിരിക്കുക. In an hour, that is keeping the speed of 8,000 kilometers, and it is crossing more than 14,000 kilometers and is reaching that planet. അവർക്ക് ഫോട്ടോയിൽ കിട്ടിയിരിക്കുന്ന അവിടെ മഞ്ഞുപാളി ഉണ്ടെന്നാണ്. It is said that even it has got fog. ഈ അയച്ചിരിക്കുന്നതായ പേടകം അവിടെ ഇറങ്ങി അത് കുഴിച്ചെടുത്ത് ഗവേഷണം ചെയ്ത് വിശകലനം ചെയ്ത് റിപ്പോർട്ട് ഭൂമിയിലേക്ക് അയക്കും. The shuttle that reached there, that landed there, they dug out the substance from there, made the investigation, and photographers sent to the earth. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അതേ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. These things were recorded in the scripture years ago. ഓബദ്യാവിന്റെ പുസ്തകം 1:4 വാക്യത്തിൽ The book of Obadiah, chapter 1, verse 4. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രത്തിനിടയിൽ കൂടുവെച്ചാലും ഞാൻ നിന്നെ അവിടെ നിറക്കും. Even though you rise like the kite, like the vulture, and if you build a nest in the midst of the stars, I'll pull you down. 1969 ജൂലൈ മാസം 21 മനുഷ്യന് ചന്ദ്രനിൽ കാലുകുത്തി. In 1969, July 1st, man landed at the moon. അതിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നക്ഷത്രങ്ങൾ ഇടയിൽ കൂടുവെച്ചാൽ അവിടെ ഇറങ്ങേണ്ടി വരും. Even before that, even just 2500 years ago, it is recorded that man will set his nest among the stars. നീ കഴുകനെ പോലെ ഉയരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. Prophet says then, thou shalt exalt like the eagle. ചന്ദ്രനിലേക്ക് പോയതായ വാഹനത്തിന്റെ പേര് തന്നെ ഈഗിളും തന്നെയായിരുന്നു. Even the name of the shuttle that went to the moon was named eagle. എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നത്. How accurately the things which are recorded in the scripture are getting fulfilled. ടെലിവിഷൻ മനുഷ്യൻ കണ്ടുപിടിക്കുമെന്ന് വേദപുസ്തകത്തിൽ ഒരു പ്രവചനമാണ്. Again in the Bible there is a prophecy saying man would invent television. വെളിപ്പാട് പുസ്തകം 11 അധ്യായം 8 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ Book of Revelation chapter 11 verses 8 and 9. അവിടെ പീഡാകാലത്തിന് മധ്യത്തിൽ 2 സാക്ഷികൾ 2 പ്രവാചകന്മാർ വെളിപ്പെടും. In the midst of the tribulation period, 2 witnesses, 2 saints shall come up. അവരെ അവരുടെ ശത്രുക്കൾ കൊല്ലും, അവരുടെ ശവം അതേ യെരൂശലേമിന്റെ തെരുവീഥിയിൽ കിടക്കുമെന്ന്. They shall be slain by their enemies, and their dead bodies shall be scattered in the streets of Jerusalem. എന്നാൽ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ കാണുന്നത്? But we understand this an importance there. 9 വാക്യത്തിൽ In the 9th verse, 9 വാക്യം വായിക്കാം. And they of the people and kindreds and tongues and nations shall see the dead bodies 3 days and a half, and shall not suffer the dead bodies to be put in graves. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. സകല ജാതികളും സകല ഭാഷക്കാരും സകലരും 3.5 ദിവസം ആ ജഡം കാണുമെന്ന്. all people, all kindreds, all tongues, all nations shall see the dead bodies 3.5 days. ഇത് എഴുതുമ്പോൾ അങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാവുന്ന കാര്യമല്ല. When this is mentioned, such that it was hard for even for imagination. എന്നാൽ ഇന്ന് ഒരു മൃതദേഹം ലോകത്തിൽ എല്ലാവർക്കും ഒരേ സമയം കാണാനുള്ള സംവിധാനമുണ്ട്. But today there is every arrangement whereby a dead body can be seen all over the world at the same time. അതുകൊണ്ടാണ് 1926 ടെലിവിഷൻ കണ്ടുപിടിച്ചു. That's why 1926 television was invented. 59 ഇന്ത്യയിൽ കൊണ്ടുവന്നു. In 59 it was brought to India. എല്ലാ വീടുകളിലുണ്ട്. Today it is installed in every home. നാട്ടിൽ ഫ്രീ ആയിട്ട് എല്ലാ വീട്ടിലും കൊടുത്തിരിക്കുകയാണ്. In Tamil Nadu it has been supplied freely to every home. ഇതൊക്കെ ഇന്ന് നിറവേറിയിരിക്കുമെന്ന് മുൻപിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യേശു വരുന്നതിന് മുൻപായി നടക്കേണ്ടതായ പ്രവചനങ്ങൾ നിറവേറുകയാണ്. യേശു വരാറായി എന്ന്. As these things are fulfilled and we have witnessed everything, what we have to keep in mind is that these are the things which ought to have been fulfilled before the coming of the Lord. Therefore his coming is very nigh. മനുഷ്യനെന്ന മലകളെയും തകർത്ത പൊടിയാക്കുവാനായിട്ടുള്ള കഴിവ് നേടിയിരിക്കുകയാണ്. Today man has accumulated his strength in order to destroy and pound even mountains and make powder thereby. യോബിന്റെ പുസ്തകം 28 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ The book of Job chapter 28 verses 9 and 10. പർവ്വതങ്ങളെ അവൻ വേരോടെ മറിച്ചു കളയുന്നു. He putteth forth his hand upon the rock and overturns it. പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. And he cuts out ways through the rocks. പർവ്വതം വേരോടെ മറിക്കാൻ
ആരെ കൊണ്ട് പറ്റും? And who can overturn the mountain from by the roots? പർവ്വതമാണ് പണ്ടത്തെ ഏറ്റവും ഉറപ്പുള്ള ഒരു വസ്തു. Mountain was the strongest substance in the former days. ഏറ്റവും ഉറപ്പുള്ളതും നീങ്ങിപ്പോകാത്തതുമാണ് വലിയ വലിയ പാറക്കെട്ടുകൾ. The strongest and immovable mountain cliffs. എന്നാൽ ഇന്ന് പാറകളിൽ വഴിവെട്ടാൻ മനുഷ്യന് കഴിയുന്നു. But today man is able to cut roots through the rocks. പർവ്വതങ്ങൾ കുന്നുകൾ വേരോടെ പിഴുതെടുക്കാൻ കഴിയുന്നു. And the mountains and hills man is able to uproot. ഇപ്പൊ JCB ഒരു കമ്പനിയുടെ പേരാ. എർത്ത് മൂവേഴ്സ് ഉപയോഗിച്ച് ഇന്ന് മനുഷ്യൻ വലിയ മലകളെ സമഭൂമിയാക്കി മാറ്റുകയാണ്. Using earth removers, man is just crumbling down great mountains and making plain lands. അതെ, കുന്നുകളും ഒക്കെ നിറഞ്ഞ ഈ കേരളത്തിൽ അവൻ സഞ്ചരിച്ചാൽ ഒരു സമയത്ത് നമ്മൾ പോകുമ്പോൾ കാണുന്ന കുന്നുകൾ പിന്നെ ചെല്ലുമ്പോൾ അവിടെ ഇല്ല. When we undertake a journey through this Kerala, which is noted for hills and mountains, on another occasion it's quite invisible. മലകൾ താഴ്വരയായി മാറുകയാണ്. Mountains become valleys. ഉയർന്ന സ്ഥലങ്ങൾ താണും സ്ഥലങ്ങൾ ഉയർന്നും വരികയും Lofty places become yapes, and yapes become lofty places. അതിനുള്ള ആധുനിക യന്ത്രങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു. The modern equipment man had invented or discovered it today. പർവ്വതം പോലും വേരോടെ പിഴുതുകളയും എന്ന് തിരുവെഴുത്ത് പറയുന്നു. The word of God says, then even the mountain shall be overturned by the root. ഇതെല്ലാം നമ്മുടെ കണ്ണുമുൻപിൽ നിറവേറുന്നു. All these things take place or get fulfilled before our own eyes. നമ്മളിൽ പലരും അതേ എർത്ത് മൂവേഴ്സ് ഉപയോഗിക്കുന്നു. And most of us use earth removers. ഓർക്കണം, യേശു വരാറായി എന്ന്. Keep in mind, Jesus is coming soon. മനുഷ്യൻ എത്രയോ വിധ ആയുധങ്ങളാണെന്ന് So കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. man has invented different branches of weapons today. ഏതെല്ലാം നിലയിൽ മനുഷ്യനെ നശിപ്പിക്കാമോ അതിനെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് യുദ്ധശാസ്ത്രജ്ഞന്മാർ. It was what are the most destructive possible manner. All these chemical scientists make endeavor to make inventions to reach their mark. മിലിറ്ററിയുടെ ലാബറട്ടറിയില് നൂതനമായ കണ്ടുപിടുത്തങ്ങൾ അവര് നാശത്തിനുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. It is in the defense laboratories for this purpose of destruction, and they make inventions in the most sophisticated fashion. സാധാരണ ആയുധങ്ങൾ കൂടാതെ ഈ കാലങ്ങളിൽ രാസായുധങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. And apart from these sound weapons, they have discovered even chemical weapons. സക്രിയാവ് 14:12 വായിക്കണം. Zechariah chapter 14 verse 12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത് സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. And the land shall mourn every family apart, and the family of the house of David apart. This shall be the day wherewith the Lord will smite all the people that are fought against Jerusalem. Their flesh shall consume away while they stand upon their feet, and their eyes shall consume away in their holes, and their tongue shall consume away in their mouth. നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകുകയാണ്. As they stand, their flesh shall consume away. കണ്ണ് തടത്തിൽ ചീഞ്ഞഴുകുകയാണ്. And it is their root in their holes, eyes shall consume. നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി And the tongue shall consume away in their mouth. ഇതൊക്കെ അന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇത് എന്താണെന്ന് മനുഷ്യന് മനസ്സിലായിരിക്കുകയില്ല. When these things were recorded then, man might not have even imagined what would be this. എന്നാൽ ഇന്ന് മനുഷ്യൻ രാസായുധങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. But today, man has invented chemical weapons. അതൊക്കെ ഉപയോഗിച്ചാൽ ഇതുപോലെല്ലാം സംഭവിക്കും. If employed, all these consequences would be met with. മനുഷ്യൻ നിൽക്കുന്ന നിലയിൽ ചീഞ്ഞഴുകി പോകത്തക്ക രാസായുധങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. It is very from stance itself, and his flesh shall be consumed in such a way he has invented these chemical weapons. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ മനുഷ്യനെ യുദ്ധത്തിന് ഉപയോഗിക്കുമെന്നാണ് പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടത്. It was revealed to the prophets that during the last days these types of weapons would be employed for the purpose of ഈ wars. പ്രവചനമൊക്കെ നമ്മുടെ കാലത്ത് തന്നെ നിറവേറിയിരിക്കുന്നു. These prophecies have been fulfilled during our lifetime. എബ്രായർ 11:3 വായിക്കുമ്പോൾ Coming to Hebrews chapter 11 verse 3. ലോകത്തിൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ദൃശ്യമായതുകൊണ്ടല്ല എന്നാണ് കാണുന്നത്. We understand all the things which were made in the world are not with the visible objects. അതെല്ലാം അദൃശ്യമായവയെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. Everything made with the invisible things. ആ വാക്കിന്റെ അർത്ഥം ഒരു കാലത്ത് മനസ്സിലാകത്തില്ലായിരുന്നു. The meaning of this was not comprehensible once upon a time. ഇന്നിപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ലോകത്തിൽ സകല വസ്തുക്കളും ആറ്റം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. Today, people have discovered that everything in the world has been made with atom. അത് മനുഷ്യ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത ഏറ്റവും ചെറിയ ഒരു വസ്തുവാണ്. That is something that cannot be seen with the human eyes, with the infinitesimal thing. അതെ, ഒരു മൊട്ടുസൂചിയുടെ മുട്ടിൽ
2.5 കോടി ആറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. It is a bud of a bud pin. You can include 2.5 crores of atom. ഒരു മുട്ടുസൂര്യയുടെ മുട്ടിന് എന്ത് വലിപ്പം ഉണ്ടാ? You know what was the measurement of the tip of a bud pin? അത്രയും വലിപ്പത്തിനുള്ളിൽ ആ വസ്തുവിനുള്ളിൽ ആറ്റം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2.5 കോടി കാണുമെന്ന്. With that measurement, if we count that atom, it is 2.5 crores. ഗോചരമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇൻവിസിബിൾ. With the invisible things, today man has manufactured things. ഇതൊക്കെ കണ്ടുപിടിച്ചത് 1926 In 1926, these things were invented. റോബർട്ട് മല്ലിഗനാണ് കണ്ടുപിടിച്ചത്. Robert Mulligan discovered this. $40,000 അത് നോബൽ സമ്മാനമായി തനിക്ക് കിട്ടി. He got a Nobel award, $40,000. അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസിന് ആത്മാവിൽ വെളിപ്പെട്ടു അദൃശ്യമായ വസ്തുക്കളെ കൊണ്ട് ലോകം ഉണ്ടാക്കപ്പെട്ടു. 20 years before which it was revealed the Spirit to Paul that this would, with invisible things, man would invent weapons. ആറ്റം കണ്ടുപിടിച്ചതോടെ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള വഴി തുറന്നു. Following the invention of atom, and they paved the way for the invention of atomic weapon. ഇപ്പോൾ മനുഷ്യൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു. Today man has made atomic bomb. ആറ്റം ബോംബ് കൊണ്ട് നിർത്താതെ And that doesn't stop there. ഹൈഡ്രജൻ ബോംബ്, Hydrogen bombs, neutron bombs. ഇപ്പോൾ അമേരിക്ക മദർ ബോംബ് ഉണ്ടാക്കി. Now recently America has made mother of all bombs. ലോകത്തിലെല്ലാ ബോംബുകളെക്കാളും ഏറ്റവും വലുതെന്നാണ് അവർ പറഞ്ഞത്. He said that is the most voluminous of all bombs to the world. റഷ്യ അടങ്ങിയിരുന്നില്ല, അപ്പോൾ ഒരു ഫാദർ ബോംബ് ഉണ്ടാക്കി കൊടുത്തു. So Russia is not a second, it made the father of all bombs. ഇനി കുറച്ച് കഴിയുമ്പോൾ ഫ്രാൻസ് അങ്കിൾ ബോംബ് ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ ചൈന ആന്റി ബോംബ് ഉണ്ടാക്കും. After a short while, this France will make an angle bomb and China will make an aunt bomb. ഇങ്ങനെ കേട്ടാൽ നല്ല സ്നേഹം തോന്നുന്ന പേരുകളിലൊക്കെയാണ് സാധനം ഉണ്ടാക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പോക്കാണ്. There's a sweet naming words with which they made bombs, but once it explodes, that is mass destruction is the result. ഒരു അണുസ്ഫോടനം നടന്നാൽ എങ്ങനെ ഇരിക്കും? When atomic explosion takes place, what will be the aftermath? വേദവസ്തു അതിന്റെ ഒരു വിശദീകരണമുണ്ട്. The Bible extends an explanation. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം Jeremiah chapter 4, 23 മുതൽ 25 വരെ വായിക്കുമ്പോൾ verses 23 to 25. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്ത് നോക്കി അതിന് പ്രകാശമില്ലാതെയിരുന്നു. I beheld the earth, and lo, it was without form and void, and the heavens, and they had no light. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. I beheld the mountains, and lo, they trembled, and all the hills moved lightly. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. I beheld, and lo, there was no man. All the birds of the heavens were fled. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. I beheld, and lo, the fruitful place was a wilderness. ഒരു അണുബോംബ് സ്ഫോടനം നടന്നാൽ ഉള്ള അവസ്ഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. When atom bomb explodes, the aftermath has been mentioned in this passage. ഒരു ആറ്റം ബോംബ് പൊട്ടിയാൽ 35 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാണ് ഉണ്ടാകുന്നത്. Consequent to the explosion of atomic bomb, the result will be 35 lakhs degrees Celsius heat. വെറും 20 കിലോ ടൺ പൊട്ടിച്ചാൽ തന്നെ, Since if we just explode 20 ton, 330 മീറ്റർ വ്യാസമുള്ള അഗ്നിഗോളം ഉണ്ടാകുമെന്ന്. we can find the fiery the width, that is spherical, of 350. ആ പരിധിയിലുള്ളതായ വെള്ളവും മണ്ണും എല്ലാം ദഹിച്ചു പോകും. Even the water and the soil with the radius will be consumed. പാറ പോലെ ഭസ്മമായി മാറും. Even the rock will become powdered. ആ സ്ഫോടനങ്ങൾ ഉളവാകുന്ന പുകപടലം അത് മാസങ്ങളോളം സൂര്യന്റെ വെളിച്ചത്തെ തടഞ്ഞു നിർത്തുമെന്ന്. The smoky layer that results thereby will be able to hide the sun's light for months together. ഈ അണുസ്ഫോടന ഫലമായി ഇരുട്ടും ശൈത്യവും ഉണ്ടാകുമെന്ന്. Consequent to this one, there shall be humidity and ഒരു darkness. അണുസ്ഫോടനം നടന്നാൽ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് പ്രവാചകന്മാർക്ക് അന്നേ ആത്മാവിൽ വെളിപ്പെട്ട ദർശനം കണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് അത് ജപ്പാനിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. When an atomic explosion takes place, what shall be the formidable aftermaths were revealed unto the prophets in those days. They had written so. Today everything got fulfilled. The good example is Hiroshima. ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിന്റെ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന പോലുള്ള അനുഭവമാണ് അവിടെ ഉണ്ടായത്. When Hiroshima and Nagasaki, when that bombardment took place, what is recorded in this portion of scripture was the result. അപ്പോൾ നോക്കുക, ഈ നൂറ്റാണ്ടിൽ നടക്കുന്നതായ കാര്യങ്ങൾ
എത്രയോ മുൻപേ പ്രവചനത്തെ രേഖപ്പെടുത്തി. പക്ഷെ അത് ഇപ്പോഴാണ് നമ്മുടെ കാലത്താണ് നടക്കുന്നത്. The things which are taking place in this century had been recorded for centuries ago, but before our eyes, these days only they get fulfilled. കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം അതും പ്രവചന നിവൃത്തിയാണ്. The invention of the computer is also the fulfillment of the prophecy. പ്രത്യേകിച്ച് റോബോട്ട്സിനെ മനുഷ്യന് കണ്ടുപിടിച്ചിരിക്കുന്നു. Particularly, man has invented robots. അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു യന്ത്രമനുഷ്യനെ കണ്ടുപിടിച്ചു. Recently in the paper I happened to read a 9th standard student invented a robot. അത്രമാത്രം മനുഷ്യന് സാങ്കേതികപരമായി വളർച്ച പ്രാപിച്ചിരിക്കുകയാണ്. This technologically man has progressed thus far. ഇന്ന് മനുഷ്യൻ ഒരു കാലത്ത് നേരിട്ട് ചെയ്തതായ കാര്യങ്ങൾ യന്ത്രമനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. Once upon a time that was done by human hands are being done today by robots. വലിയ ഫാക്ടറിയുടെ യന്ത്രങ്ങൾ റോബോട്ട്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. So big machines, machinery of great factories are being operated by robots. എന്തിനാ പച്ച മനുഷ്യനെ കീറി മുറിക്കും തുന്നി കെട്ടുന്നതും യന്ത്രമനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. Even the very surgery, the process also handed over to robot. എല്ലാ രംഗത്തും യന്ത്രമനുഷ്യരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. In every field we can find the onslaught of robot. ഇപ്പോൾ പാചകം ചെയ്യാനും Even for cooking. കമ്പ്യൂട്ടർ മതിയെന്നാണ്. And people say computer will do. ഇവിടെയുള്ള സഹോദരിമാരൊക്കെ ശണ്ട കൂടുമായിരിക്കും. So sometimes the sisters may engage in dispute. ഇപ്പൊ തന്നെ ജോലി ചെയ്യാതിരുന്നിരുന്ന് കുനിയാനും മൂരാൻ വയ്യാത്ത രീതിയിൽ വണ്ണമായി. ഇനി റോബോട്ടിനെ പാചകം ചെയ്യാൻ മേടിച്ച് വെച്ചേക്കാമെങ്കിൽ പറയും വേണ്ട. Even now they abstain from cooking, doing some things. They're not able to bend down, stand up. If you seek the support of this robot, and things would be worsening. അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചു, റോബോട്ട് യന്ത്രം ഉണ്ടാക്കിയ രസം നല്ല രുചിയായിരുന്നു. Recently happened in the paper, the rasam that was prepared by robot that was delicious. മനുഷ്യൻ പാചകം ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി നല്ല രുചിയായിരുന്നു പോലും. It is tenfold sweeter than human cooking. അപ്പോൾ ഇതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. These are all the fulfillments of the word of God. സംസാരിക്കുന്ന പ്രതിമ എന്നാണ് വേദപുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഷ. In the biblical language, that is a spoken image, speaking image. സംസാരിക്കുന്നതായ പാവകൾ ഇന്ന് എല്ലാ കുട്ടികളുടെയും കയ്യിൽ ധാരാളമായിട്ടുണ്ട്. Almost in the hand of every child you can find the speaking toys. എന്നാൽ അന്ന് അത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതാരും അങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു കാലമായിരുന്നു. In those days when it was recorded in the book of Revelation, it was hard for anyone to imagine. വെളിപ്പാട് 13:15 Book of Revelation chapter 13 verse 15. And he had power to give life unto the image of the beast, that the image of the beast should both speak and cause that as many as would not worship the image of മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനെന്നാണ്. And the image of the beast should speak. മൃഗം ഏത് ക്രിസ്തുവിനെ കാണിക്കുന്നു. Beast represents Antichrist. അവന്റെ പ്രതിമ സംസാരിക്കാനുള്ളതായ ശക്തി ലഭിച്ചെന്നാണ്. Therefore his image acquired the strength enough to speak. ഇന്ന് വലിയ സെമിനാറുകൾ ചെന്നാൽ അതേ മനുഷ്യരൂപത്തിലുള്ള റോബോട്ടുകൾ നിന്ന് നമുക്ക് ഷേക്ക് ഹാൻഡ് തന്ന നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യും. When we go to great seminaries we can find gigantic robots will be there, they would shake hands with us. കമ്പ്യൂട്ടറും റോബോട്ട്സും ഒക്കെ കണ്ടുപിടിക്കപ്പെടുമെന്ന് വേദപുസ്തകം പറഞ്ഞു. അതെല്ലാം ഇന്ന് നമ്മുടെ കാലത്ത് നിറവേറിയിരിക്കുന്നു. പിശാചതിനെ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ നന്നായി എതിർ ക്രിസ്തു ഉപയോഗിക്കാൻ പോവുകയാണ് ഭാവിയിൽ. The Bible predicted that computers and robots would be invented in due course. During our days they have been invented, and today that is an operation, and that has become a mighty weapon in the hands of the devil nowadays. In the days to come, Antichrist is going to use it in a more powerful way. വേദപുസ്തകത്തിൽ എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം നിറവേറുന്ന ഒരു അന്ത്യകാലത്ത് നാം ജീവിക്കുന്നു. We are living in the last days wherein what all the things predicted in the Bible get fulfilled. ഇനി വെളിപ്പാട് പുസ്തകം പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. There is another event which is foretold by the book of Revelation. അത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, if we ask what is it, അതെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ Revelation chapter 18 verse 13, അവിടെ ബാബിലോണിന്റെ വാണിജ്യ ചരക്കുകളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. we understand the merchandise products of Babylon. ഗോതമ്പിന്റെ ആടിന്റെ ഒക്കെ വിൽക്കുന്നത് കൂടെ മനുഷ്യ ദേഹവും മനുഷ്യ പ്രാണനും എന്ന ചരക്കും വിൽക്കുമെന്നാണ്. Along with the commodity of wheat, barley and so on, it is human flesh would be added into. മനുഷ്യന്റെ ശരീരവും വിൽക്കും, മനുഷ്യന്റെ പ്രാണനും വിൽക്കുമെന്ന്. Man's life and flesh would be sold. ഒരു കാലത്ത് ശിശു
പിന്നെ ശാസ്ത്രം ജന്മം കൊടുത്തപ്പോൾ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു. Once upon a time, when science opened the way for tube baby, it was a marvel to human being. എന്നാൽ ഇപ്പോൾ അത് ക്ലോണിങ്ങിന്റെ കാലമായി മാറിയിരിക്കുന്നു. It has become the day of cloning today. ഒരു മനുഷ്യന്റെ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, അവരുടെ ശരീരത്തിന്റെ കോശം ഒരംശം മതി അതിൽ നിന്ന് അതേപടിയുള്ള ഒരു മനുഷ്യനെ ഉളവാക്കി കൊടുക്കുക. Irrespective of the gender, it is from the part of the cell, a same kind of human being can be made. അതെ, അന്ത്യകാലത്ത് ഉടലെടുക്കുന്നതായ സാമ്രാജ്യത്തിന് പിന്തുണ കൊടുക്കുന്ന ആ ബാബിലോണിന്റെ സൂപ്പർ മാർക്കറ്റിൽ മനുഷ്യ പ്രാണനും മനുഷ്യ ശരീരവും വിൽക്കുമെന്ന്. The kingdom that is going to come into existence during the last days, the Babylonian Empire would give support. It is in that supermarket, and you can find out the commodities. Human flesh would also be there. ഇപ്പോൾ തന്നെ മനുഷ്യ ശരീരം ഒരു വിൽപ്പനച്ചരക്കായി മാറിയിരിക്കുന്നു. Even now, human organs have become commodities of merchandise. മനുഷ്യന്റെ കണ്ണ്, വൃക്ക, ഹൃദയം, മജ്ജ, ചർമ്മം ഇതെല്ലാം ഇപ്പൊ വിറ്റു കാശ് മേടിച്ചുകൊണ്ടിരിക്കുക. Human eyes, human heart, human members of the body, even the skin, and they are sold and they are things of commodity. ദരിദ്ര രാജ്യങ്ങളിലെ മനുഷ്യര് ഇതൊക്കെ വിറ്റ് പണം മേടിക്കുക. People of the poor country, they sell these members and get money. ആഫ്രിക്ക പോലുള്ളതായ രാജ്യങ്ങളിലുള്ളതായ ജനങ്ങളെ കയറ്റി അയച്ച് അവിടെ അവയവങ്ങൾ വിറ്റ് ഇന്ന് ആളുകൾ പണം സമ്പാദിക്കുന്നു. People of African countries are imported and the members of the body are sold and the respective countries amass money. അതെ, അവിശ്വസനീയമായ ഒരു വാർത്ത മനോരമയിൽ വന്നു. In Manorama, an incredible news was published. സ്റ്റോക്ക്ഹോമില് കുറച്ച് കണ്ടെയ്നറുകൾ കണ്ടെത്തി. In Stockholm, some containers were found. ഇതിനകത്ത് മനുഷ്യരെ ഇറാൻകാരെ പിടിച്ച് കാറ്റ് കടക്കാത്ത കണ്ടെയ്നറുകൾ നിറച്ച് വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. Iranians were captured, held, and they were kept in the containers without air and were marketed. അതിലൊരു കപ്പലിലെ ഒരു കണ്ടെയ്നറിൽ 66 പേരെ ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ച് കണ്ടെത്തി. So a container ship, some 66 people were found. സംശയം തോന്നി അധികൃതർ തുറന്നു നോക്കിയപ്പോൾ, because of doubt, when the officials opened the container, കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടുന്നതായ മനുഷ്യ ചരക്കായിരുന്നു it അതിനകത്തുണ്ടായിരുന്നു. was a human commodity involving small children, women and old people. ഇറാൻകാരെ കൂടാതെ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് കൂടി. Besides Iranians, Indians and Pakistanis were also found there. മനുഷ്യന്റെ ശരീരം ഒരു വിൽപ്പനച്ചരക്കാക്കി തീർന്നു. Therefore, human organ has become a commodity for sale. ക്ലോണിംഗ് വന്നതോടുകൂടെ മനുഷ്യന്റെ ജീവനും ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റി. The same way, the process of cloning has made human life also a product of sale. ഇതൊക്കെ അന്ന് രേഖപ്പെടുത്തി വെച്ച് നമ്മുടെ കാലത്ത് നടക്കുകയും, And these things were recorded in those days, but they get realized in our days. യേശു വരാറായി. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത്. നാം ഇത് കണ്ടു ഉണരണം. Jesus is coming soon. That's why these things are taking place before our own eyes. Behold everything. We must keep awake. പത്രോസ് ലേഖനത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? The epistle to Peter, what do we read? പ്രപഞ്ചം ലോകം ഉണ്ടായത് മുതൽ ഇന്ന് വരെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ലെന്ന് ജനം പരിഹസിക്കുന്നു. Right from the foundation of the universe till this moment, it goes as it is. There's no transition. Therefore, things will not deteriorate. That is what people believe. ആലോചിച്ച് നോക്കുക, പ്രപഞ്ചം ഉണ്ടായതുപോലാണോ ഇപ്പോൾ? Just think about that. Right for the foundation of the universe, has it become so even today? നമ്മുടെ ചെറുപ്രായത്തിൽ പോലെ ആണോ ഈ ലോകം ഇപ്പോൾ? Whether the world is moving forward as it was during our younger ഈ days. ലോകവും പ്രപഞ്ചവും അതിവേഗത്തിൽ മാറ്റങ്ങൾക്ക് The വിധേയമായിക്കൊണ്ടിരിക്കുന്നു. world and the universe are susceptible to changes by leaps ഏതോ and bounds. ഒരു കാര്യത്തിനായി തിരക്ക് കൂട്ടുന്നത് പോലെയാണ് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. As we observe all these things, it seems to us that everybody is making haste for important mission. എന്തിനു വേണ്ടിയാണ് തിരക്ക് കൂട്ടുന്നത്? What for everybody making haste? മനുഷ്യ ദൈവത്തിന് വെളിപ്പെടാറായി. It is for the appearance of the Son of God. ശുദ്ധന്മാർ ഉൾപ്രാമണത്തിന് സമയമായി. The time is at hand. The saints ought to be raptured. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാറായി. The church is going to be taken up from the earth. ക്രിസ്തുവിന് വരവിന് ശേഷം ലോകത്ത് നടക്കേണ്ട സംഭവങ്ങൾ നിറവേറുവാനുള്ളതായ ഒരുക്കങ്ങൾ ഇന്ന് ആ ലോകത്തിലും മനുഷ്യരിലും പ്രപഞ്ചത്തിലും അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കും. Today, in the world, in the universe, in human beings, the things are taking place in uttermost haste, which ought to be taken place after the coming of the Lord. പ്രപഞ്ചത്തിനും വലിയ മാറ്റം വരികയാണ്. Even for the universe, it is going to undergo tremendous changes. ഈ കാലത്ത് നമ്മൾ എന്താണ് വായിക്കുന്നത്? It is concerned the period of tribulation. What do we read? വെളിപ്പാട് 16-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ, Revelation chapter 16, verses 8 and 9. 16-ാമത്തെ വാക്യം വായിക്കണം. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ച് അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. And the fourth angel poured out his vial upon the sun, and the power was given unto him to scorch men with fire.
സൂര്യനിലേക്ക് ഒരു കലശമൊഴിച്ചപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടാൻ അധികാരം കിട്ടിയെന്ന്. And where was poured upon the sun, it got to power to scorch men അഥവാ with fire. സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. In other words, the heat of the sun would be multiplied. സൂര്യന്റെ പ്രഭാവലയത്തിൽ നിന്ന് അതിശക്തമായ ഊർജ്ജ പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി ശാസ്ത്രജ്ഞന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ടിരിക്കുകയാണ്. It is, the scientists say that it is on the surface of the sun, you can find the electric rays come out. ദശലക്ഷക്കണക്കിന് മെഗാടൺ നൈട്രജൻ ബോംബുകൾ ഒന്നിച്ച് പൊട്ടിയാൽ എന്നതുപോലെയുള്ള ഊർജ്ജ പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. When millions and millions of power bombs explode, what will be the result of that electric power? The same is now emanating from the sun. ഇത് മനുഷ്യനെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് അത്യന്തം അപകടകരം. This is highly dangerous to all the human beings, particularly all the living beings, particularly human ഈ beings. ഊർജ്ജ പ്രവാഹം മൂലം ഭൂമിയുടെ കാന്തിക വലയത്തിൽ വലിയ മാറ്റമുണ്ടായി. Because of the electric power, it is in the surface of the earth and it is very much at menace. ഉറങ്ങി ശാന്തമായി കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ അത് സജീവമാകും. Even the mute volcanoes, they will be kindled. ഭയാനകമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. And formidable earthquakes will take place. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകും. Communicative systems will be disarrayed. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ മനുഷ്യന് വർദ്ധിക്കും. Diseases like cancerous would be multiplied among human beings. ഇത് സൂര്യന്റെ വന്നിരിക്കുന്നതായ മാറ്റത്തിന്റെ ഫലമാണ്. And because of the results taking place in the sun, these things would take place. സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ടുള്ളതായ ദോഷം ഇത് മാത്രമല്ല. Because of the added nature of the heat, these things are not only the thing. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ എന്നാണ് ഈ ദൈവം യോബിനോട് ചോദിച്ചത്. God is asking Job that, have you gone to the core of dew? എന്നാൽ ധ്രുവപ്രദേശത്തെ ഹിമം ഇല്ലാതാകുന്ന തരത്തിൽ ആഗോള താപനം വർദ്ധിക്കുകയാണ്. Therefore the global warming is getting heated up. Therefore even the polar ice that is going to get disappeared. അങ്ങനെ ആഗോള വ്യാപകമായിട്ട് ചൂട് വർദ്ധിക്കുന്നതിന്റെ ഫലമായി Because of the global warming, ആർട്ടിക് പ്രദേശത്തെ ഹിമം ഉരുകി കടലിലേക്ക് ഒഴുകുകയാണ്. the ice Arctic regions get melted and flow to the ocean. ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് Scientists are given the warning, ഒരു നൂറ്റാണ്ടിനുള്ളിൽ ആർട്ടിക് പ്രദേശത്തെ ഹിമം എല്ലാം ഉരുകി തീരുമെന്ന്. just within 1 century all the ice in Arctic region will get dissolved. അത് കാലാവസ്ഥയ്ക്ക് വൻപിച്ച വ്യതിയാനമാണ് ഉണ്ടാക്കുന്നത്. That is going to make a great transformation with regard to the atmospheric weather. ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് ഉരുകുന്നതിനാൽ ജലനിരപ്പും ഉയരും. സമുദ്ര ജലനിരപ്പ് ഉയരും. Because the ice in the polar regions get melted, you can find there's a hike in the water level of the sea. കൊല്ലം പട്ടണം കേവലം 15 അടി ഉയരമേ ഉള്ളൂ. Koilan city is simply 15 feet high. അതുപോലെ കൊച്ചി 1 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ വെള്ളം തമ്മിൽ. Cochin, that's just a 1 meter difference between water and the land. സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ അപകട സാധ്യത നേരിടുന്ന ഒരു നഗരമാണ് കൊച്ചി. As the water level rises, Cochin is a city that is ഇതുപോലെ endangered. ലോകമെമ്പാടും അനവധി പട്ടണങ്ങൾ വെള്ളത്തിനടിയിലാണ്. The same way throughout the world, many cities will be submerged. ഇതെല്ലാം തിരുവെടുത്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സൂര്യനിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. So the word of God has given the warning, in the sun there shall be great changes. യോവേൽ പ്രവാചകൻ അതിന് വെളിപ്പെട്ടു. It was revealed unto prophet Joel. അപ്പോസ്തലനായ പത്രോസ് തന്റെ പ്രസംഗത്തിൽ അത് എടുത്തു പറഞ്ഞു. During the course of his message, Apostle Peter highlighted it. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം Acts the Apostle chapter 2, അതിന്റെ 19 വാക്യങ്ങളിൽ verses 19. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. And I will show wonders in heaven above and signs in the earth beneath, രക്തവും തീയും പുകയാവിയും തന്നെ. blood, a fire, and a vapor of smoke. കർത്താവിന് വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. The sun shall be turned into darkness and the moon into blood before the great and the notable day of the Lord. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. But the whomsoever calls upon the name of the Lord shall be saved. സൂര്യനും ചന്ദ്രനും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന്. And signs shall take place in the sun and the moon. ബഹിരാകാശത്തെയും ചെറുഗ്രഹങ്ങളെയും ബാധിക്കുന്ന ബന്ധപ്പെട്ട സംഭവങ്ങൾ വർദ്ധിക്കുകയും. Therefore, the things related to solar system and the space shuttles, they are going to get added up. ഭൂമിയിലേക്ക് ഓരോ സെക്കൻഡിലും ഉൽക്കകൾ വീണുകൊണ്ടിരിക്കുന്നു. In every second you can find the great mirages will fall down. അന്തരീക്ഷത്തിൽ ഉരസി കത്തി തീരുന്നത് കൊണ്ടാണ് ലോകത്തിനും മനുഷ്യനും ദോഷം വരാതിരിക്കുന്നത്. As that is dissolving by catching fire in the space, that does not come to the atmosphere and man is not harmed. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാൽനക്ഷത്രം മെക്സിക്കോയിൽ വീണെന്നാണ്. So years ago there was a comet that fell down in Mexico. 180 കിലോമീറ്റർ
ചുറ്റളവിലുള്ള ഒരു ഗർത്തം ഇന്ന് മെക്സിക്കോയിലുണ്ട്. So there was a lightning that spear that rotated around about 180 kilometers. വലിയ കെട്ടിടത്തിന് വലുപ്പമുള്ള ഉൽക്കകൾ ഇന്ന് ആ ഭൂമിയിലേക്ക് ഓരോ നിമിഷവും പതിച്ചുകൊണ്ടിരിക്കും. Even comets which are so voluminous like buildings, even today falling down. മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗത്തിലാണ് വരുന്നത്. In 1 hour that takes the speed of 24,000 kilometers. അന്തരീക്ഷത്തിൽ ഇതെല്ലാം കത്തി തീരുന്നത് കൊണ്ടാണ് നമുക്ക് ദോഷമില്ലാത്തത്. The atmosphere itself that is getting burned, dissolved, it is not harmful to കത്തി us. തീരാത്ത കഷണങ്ങൾ ഇന്ന് ലോകത്തിൽ ചിലയിടങ്ങൾ വീഴുന്നുണ്ട്. There are fragments which are not dissolved by the fire. They have fallen in different parts of the land. ഏതെങ്കിലും അന്തരീക്ഷം ഭേദിച്ച് ലോകത്തിലേക്ക് പതിച്ചാൽ മനുഷ്യന്റെ അവസ്ഥ എന്താ? If it is the spear, sometimes if something gets dislocates and it comes to earth, what shall be the nature of man? ഇന്ന് അന്തരീക്ഷത്തിൽ പാറ കഷണങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. In the atmosphere, man has seen that asteroids are flowing through. ഭൂമിയിൽ വന്നിടിക്കുവാൻ പാകത്തിനുള്ള 2000-ഓളം പാറക്കഷണങ്ങൾ ചിന്ന ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. Round about the small surprise asteroids, they are just moving in the orbit. അവ എന്തെങ്കിലും ഭൂമിയിലേക്ക് പതിച്ചാൽ അത് ഭൂമിക്ക് ഏറ്റവും വലിയ ന്യായവിധിയാണ്. If they just fall upon the earth, there shall be a great catastrophe to the earth. പ്രാപഞ്ചിക ലക്ഷണങ്ങൾ യേശു വരാറായി എന്ന് നമ്മൾ മുന്നറിയിപ്പ് തരും. The universal symptoms give us the warning. The coming of the Lord is very nigh. മാത്രമല്ല കാലാവസ്ഥയ്ക്ക് വലിയൊരു വ്യതിയാനം സംഭവിച്ചിരിക്കും. Moreover, there's a great change to the climatical conditions. അടുത്ത കാലത്ത് എൽ നിനോ എന്നുള്ളതായ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. Recently may have heard of a phenomenon, El Niño. ഇത് ഉഷ്ണജല പ്രവാഹമാണ്. And this is a flood because of heat. ഇതിന്റെ ഫലമായി ഈ അടുത്ത കാലങ്ങളിൽ ലോകത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. Because of this, the world has been witnessing greater destruction. ഈ എൽ നിനോ മൂലമായിട്ട് Because of El Niño. ലോകത്തിന് പല ഭാഗത്തും മഴയില്ലാത്തടത്ത് മഴ. In different parts of the world, where there is scarcity of rain, there is rain. മഴ ഉള്ളിടത്ത് വരൾച്ച. Where there is rain, there is famine. അങ്ങനെ മഴ, The rain, വെള്ളപ്പൊക്കം, flood, ചുഴലിക്കാറ്റ്, whirlwind, കൊടുങ്കാറ്റ്, hurricane, കാട്ടുതീ, and wildfire, കൃഷിനാശം, destruction of crops, പട്ടിണി മരണം, and famine, ദുർവ്യാധി, this formidable sickness. എല്ലാ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. All these things are mounting up in the world. അടുത്ത കാലങ്ങളിൽ ഉണ്ടായ താപവർദ്ധനയ്ക്കും ഈ ഉഷ്ണജല പ്രവാഹം കാരണമായിരിക്കും. We understand the global food crisis also the result of this one. 98 ഇന്തോനേഷ്യയിൽ വലിയ കാട്ടുതീ ഉണ്ടായി. In 98 there was a wildfire in Indonesia. അത് ഈ എൽ നിനോ എന്ന ഉഷ്ണജല പ്രവാഹത്തിന്റെ സ്വാധീനമാണെന്നാണ്. That is because of the flood of heat by means of this El Niño. കാലാവസ്ഥയ്ക്ക് വലിയ വ്യത്യാസം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. And massive changes are taking place in the climatical conditions. ഇതിന് ഫലമായിട്ടാണ് പലയിടങ്ങളിലും തീപിടുത്തങ്ങൾ ഉണ്ടാകുകയും. Subsequently we can find wildfires everywhere. വായിച്ച വേദഭാഗത്തിൽ In the അവിടെ passage- പുകയും തീയാവിയും തന്നെ അന്ത്യകാല ലക്ഷണമെന്ന് കാണുക. We understand the fire and the vapor of smoke. കുറെ നാളിന് മുമ്പ് ബോംബെയിൽ വലിയ തീപിടുത്തം ഉണ്ടായി. A few days ago in Bombay there was such an accident. ഒരു എണ്ണക്കിണർ തീപിടിച്ച് അത് 62 ദിവസം നിന്ന് കത്തിയെന്ന്. An oil well, it caught fire and that continued for 62 days. 10 മീറ്റർ കനത്തിലും 100 മീറ്റർ ഉയരത്തിലുമാണ് തീ കത്തിക്കൊണ്ടിരുന്നത്. And 10 meters intensity and 100 feet high, that fire went on moving. 1300 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടുത്തെ ചൂട്. The heat was 1300 degrees Celsius. ലോകമെമ്പാടും അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്നു. All over the world, such disastrous things are taking place. കർത്താവിന്റെ വരവെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ മുന്നറിയിപ്പിനു വേണ്ടി ദൈവം ഇതെല്ലാം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. When the coming of the Lord is very nigh, it is for our warning. The Lord permits everything. മനുഷ്യനും മാനവജാതിക്കും ദോഷകരമായ സംഭവങ്ങൾ മാത്രമല്ല ഇപ്പോൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Not only harmful things to humankind are taking place in the world. ദൈവ ജനത്തിന്റെ ഉണർവിനായും വളരെ പോസിറ്റീവായ സംഭവങ്ങൾ നടക്കുകയും Even for the revival of the people of the Lord, even pragmatic things are taking place. പലയിടങ്ങളിലും ദൈവദൂതന്മാരെ പോലെയുള്ള രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട മനുഷ്യരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. In different places, images like the angels appear and they specifically talk to man about the coming of the Lord. പ്രപഞ്ചത്തിലും ശാസ്ത്രജ്ഞന്മാരെ അമ്പരിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഉണ്ടാകും. Even the universe, there are certain sights which take place whereby man is marveled at. അടുത്ത കാലത്ത് പത്രം റിപ്പോർട്ട് ചെയ്തത്, Recently paper reported, ശാസ്ത്രത്തെ അമ്പരിപ്പിക്കുന്ന ഏതോ ഒരു പ്രത്യേകമായ വെളിച്ചം
പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു വരുന്നതായി അവരുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് It is in the universe, a light emanated from some quarter whereby the scientists are marveled at. ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് അമേരിക്കയും റഷ്യയും ചേർന്ന് അയച്ചതായ ഒരു നിരീക്ഷണ വാഹനമാണ് ഇത് കണ്ടുപിടിച്ചത്. There was an investigatory shuttle that was sent by the United States and the Russia in order to analyze that discovered this. ഈ അത്ഭുത പ്രകാശം ഒരു സെക്കൻഡിന് താഴെ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നുള്ളൂ പോലും. This marvelous light has got the span below 1 second. എന്നാൽ അണുസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്നത് പോലെയുള്ള അതിശക്തമായ ഗാമ രശ്മികളാണ് അവരുടെ The ദൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്നത്. gamma rays, which are the results of atomic bombardment, and they could witness. ഇതെല്ലാം ഒരുപക്ഷെ ഈ കാണുന്ന ലോകത്തിനപ്പുറമായി മറ്റൊന്നുണ്ട് എന്ന് നിരീശ്വരന്മാരെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ദൈവം അനുവദിക്കുന്നവയായിരുന്നേക്കാം. The Lord permits sometimes these things to give warning to the thieves that beyond the visible world and universe, something that is എന്നാൽ about. നമുക്കൊരു കാര്യം അറിയാം, But we know one thing. അങ്ങനെ ഒരു പ്രകാശം ശാസ്ത്രജ്ഞന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ടെങ്കിൽ If such a light appeared to the sight of the scientists, ഉത്തരദിക്കിന്റെ അതിർത്തിയായ സിയോനിൽ നിന്ന് ഒരു ഉജ്ജ്വല പ്രകാശം ദൈവം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. Zion, that is the northern side, that is a great radiant light, the Lord is shining. അവരുടെ ദൈവം ഒരു പ്രകാശമേറിയ പട്ടണം തന്നെ ജനത്തിന് വേണ്ടി The ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. Lord is preparing a most glorious city for his people there. അതെ, രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായ ഒരു പട്ടണം, It is a city that is paved with diamonds. മുത്തുകളാൽ നിർമ്മിതമായ ഗോപുരങ്ങൾ, It is towers which are paved with rubies. തങ്ക നിർമ്മിതമായ വീഥികൾ, It is streets paved with gold. 12 മാസം വിവിധതരം ഫലം കൊടുക്കുന്ന ജീവവൃക്ഷങ്ങൾ നദിയുടെ അക്കരയും ഇക്കരയും. Living trees on either side of the river that shall yield fruit all the 12 months. അതേ, ജയാളികൾക്കായി ദൈവം വെച്ചിരിക്കുന്ന അവകാശങ്ങളാണ് ഇതൊക്കെ. They are the inheritances the Lord has reserved for the overcomers. നിങ്ങൾ പറയുവീൻ, പ്രപഞ്ചം തുടക്കം പോലെ ഇരിക്കുകയാണോ? Come on, you say, whether the universe remains as its ലോകം foundation. പിതാക്കന്മാരുടെ കാലത്തെ പോലെ അതിന് മാറ്റമില്ലാതെ തുടരുകയാണോ? Do you think that the world is moving forward without any change as in the days of the forefathers? അവിശ്വാസികളും പരിഹാസികളും അതേ ഭൗതികവാദികളും പലതും പറഞ്ഞാലും ഈ ലോകത്തെ മുഴുവൻ നിരീക്ഷിക്കുമ്പോൾ ഇതേതോ ഒരു സംഭവത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Even though the unbelievers, the atheists and the rationalists speak about many things, we understand something marvelous, something tremendous is taking place by every moment in the world. ആ സംഭവം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുന്നത്. So that even is the Lord Jesus Christ is going to fulfill his ഞാൻ promise. നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു, ഒരുക്കി തീർന്നാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I go to prepare a place for you. After prepare the place, I shall come again and receive you unto myself. ചിലർ താമസം വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വരവിനെ ദീർഘിപ്പിക്കുന്നില്ല. The Lord is not delaying his coming as some people think. പിന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം താമസിക്കുമെന്ന് ചോദിക്കാം. That being so, you may ask, why does the Lord delay his coming? അപ്പോസ്തലനായ പത്രോസിന് എന്താണ് വെളിപ്പെട്ടത്? What was revealed unto Apostle Peter? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. That everybody should get saved and no one should perish. ആ വാചകം ഓർക്കുമ്പോൾ എന്റെ ഹൃദയം ഉരുകുന്നു. When I think about that sentence, my heart is melting. ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയുള്ളത്? You know, what is the nature of the heart of the Lord? ലോകത്തിൽ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. No one in the world should perish is the will of God. എത്രയോ ദുഷ്ടത ചെയ്യുന്നവര്, People who commit wickedness, ക്രൂരമായ കൊലപാതകം നടത്തുന്നവര്, people who commit diabolical murders, നിഷ്ഠൂരമായ വിധത്തിൽ ആ മനുഷ്യനെ ദോഷം ചെയ്യുന്നവര്, people who are doing harm to human beings in a brutal way, പിശാചിനെ സേവിക്കുന്നവര്, people who serve the devil, ദൈവജനത്തെ ഉപദ്രവിക്കുന്നവര്, people who persecute the people of സുവിശേഷ God, വിരോധികള്, the ones who are inimical to gospel, ദൈവത്തെ ദുഷിക്കുന്നവർ, people who mock at God, ദൈവത്തെ നിഷേധിക്കുന്നവർ, people who deny God, ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ, people who challenge God. എങ്കിലും ഇവരാരും നശിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. It is not the will of God that they should get perished. ദൈവത്തെ സൃഷ്ടിയായ മനുഷ്യനൊരു വ്യക്തി പോലും നശിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Of the creation of God, no human being should perish. He is the desire of God. അവർ നശിക്കാതിരിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടേ മതിയാകും. If they should not perish, they must repent beforehand. ആകയാൽ ദൈവം എന്ത് ചെയ്യുന്നു? Therefore, what does the Lord do? ദുഷ്ടനെങ്കിലും ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കുകയാണ്. Even though he is wicked, the Lord is expanding the days of his life. ഇന്നല്ല എങ്കിൽ നാളെ അവൻ മാനസാന്തരപ്പെടുമെന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. The Lord is expecting, if not today, he shall repent tomorrow. ഭാവി മാനസാന്തരപ്പെടുവാനായി ദൈവം കാത്തിരിക്കും. So the Lord is avidly waiting for the repentance of a sinner. ഇന്ന് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോ, Any man who is leading a sinful life, കർത്താവിന്റെ നാമത്തിൽ ഇതുവരെ വിളിച്ചപേക്ഷിച്ചിട്ടില്ലയോ, having to accept Lord Jesus Christ so far, ക്രൂശിലേക്ക് കടന്നു
വന്നിട്ടില്ലയോ? Haven't you come under the foot of the cross so യേശു far? രക്തത്തെ നിന്റെ പാപത്തെ കഴിവാൻ നീ അപേക്ഷിച്ചിട്ടില്ലയോ? Haven't you made the supplication to Jesus to get cleansed your sin by the blood of Jesus? ഇനിയും കാത്തിരിക്കരുത്. Do not tarry. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. The coming of the Lord is very nigh. ലോക ന്യായവിധിയിലേക്ക് നീങ്ങുന്നു. The world is slipping into judgment. ദൈവരാജ്യത്ത് കാണപ്പെടേണ്ടതിനായി നീ മാനസാന്തരപ്പെട്ടെന്ന് പാപത്തിന് പിന്തിരിയുക. Do not to be seen in the kingdom of the Lord, repent and just shun your sin. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ശേഷമായി പിന്മാറ്റത്തിൽ പോയെങ്കിൽ മടങ്ങി വരിക. After getting saved once, if you backslid, make a comeback. ആര് പിന്മാറ്റത്തിൽ നശിച്ചു പോകുവാൻ ദൈവം It ആഗ്രഹിക്കുന്നില്ല. is not the will of God that none should perish in backsliding. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ When a person repents and is born again, അവനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാനായി പിശാച് ശ്രമം ആരംഭിക്കും. the devil will make all his attempts to drag him into backsliding. ആദ്യം പ്രലോഭനങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. First, he may come with the fascinations. അതെ, വിവിധ മനുഷ്യരിലൂടെ അവനെ പ്രലോഭിപ്പിച്ച് ലോകത്തിലേക്ക് പാപത്തിലേക്ക് മടക്കി കൊണ്ടുപോകാനായി ശ്രമിക്കും. Through different fellow beings, he will make the alluring and attract him to the world. അതെ, രക്ഷിക്കപ്പെട്ട ശേഷമായി അവന് മുൻപിൽ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളെ സാത്താൻ വെച്ച് നീട്ടും. After getting saved, he will present the pleasurable things of the world before him. അതെ, നീ ഈ മാർഗത്തിൽ വന്നതിനാൽ എത്രയോ ഞെരുങ്ങി ഒതുങ്ങിയും ജീവിക്കണം. As you come to this fellowship, you have to limit and curtail yourself. എല്ലാവരും പോലെ സന്തോഷമോ ലോക ഇൻപങ്ങളോ ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ. You are not able to experience, enjoy the pleasures and luxuries of the world like others. ക്രിസ്ത്യ ജീവിതം നിനക്കൊരു വിരസത ഉള്ളതല്ലേ? In Christian life, actually, you develop a kind of frustration. അതെ, നിന്റെ സ്നേഹിതരെല്ലാം ലോക സ്നേഹിതരെല്ലാം വിട്ടുപോയല്ലോ, നീ ഒറ്റയ്ക്കായി തീർന്നിരിക്കുകയല്ലേ? Your friends got to depart from thee. You are isolated now. അതെ, ഈ ക്രിസ്തീയ മാർഗത്തെ ക്രിസ്തുവിനെ വിട്ടാൽ ഈ ലോകത്തിൽ എന്തൊക്കെയോ കിട്ടുമെന്ന പ്രലോഭിപ്പിച്ച് ഒരു ദൈവവേദനെ പിന്തിരിപ്പിക്കാനായി ശ്രമിക്കും. He will make the alluring that if you live Christ in the Christian way, and he will give us something comfortable in the world, accordingly you will be dragged behind. ഒരു ദൈവവേദന പറയുകയാണ്, ഞാൻ മുൻപോട്ട് വെച്ച് കാല പിൻപോട്ട് വെക്കയില്ല. But a child of God says, what is kept ahead, there's no question of withdrawing. കലപ്പയ്ക്ക് കൈവച്ചു പുറകോട്ട് നോക്കുന്നില്ല. I have kept my hand in the plow head, there's no question of looking ഈ back. പാപത്തിന് തൽക്കാല സന്തോഷം എനിക്ക് വേണ്ട. The temporal pleasure of the sin I hate. ഈ ലോകത്തിൽ എല്ലാവരും ഇല്ല എന്നായാൽ യേശു മതി. Even though I lose everyone in the world, I need only my Jesus. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ പിശാച് തോറ്റവനെ പോലെയാകും. As you stand still, the devil goes defeated. ഇങ്ങനെ 6 മാസം അവനെ പ്രലോഭിപ്പിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ For 6 months, he makes his attempt to attract you. He miserably fails in his enterprise. അടുത്തതായി അവനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. And he will start persecuting you. കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, Sufferings and losses. ബിസിനസിന്റെ തകർച്ച, There's distraction of business. ചിലപ്പോൾ ജോലി സ്ഥലത്ത് ആ ജോലി നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ, Deficient places, you may have to lose your position. എവിടെ ചെന്നില്ലാലും കാരണമില്ലാതെ ആളുകൾ ശത്രുക്കളായി തീരുന്നതായ സന്ദർഭങ്ങൾ, Wherever you go, without any valid reason, people become hostile to you. അതുവരെയും സ്നേഹത്തോടെ കരുതലോടെ ഇരുന്നവർ ഒരു കാരണമില്ലാതെ പകയ്ക്കാൻ തുടങ്ങുകയാണ്. Thus, for the people who were loving and considerate without any valid reason, they become belligerent. നിന്ന, പരിഹാസം, കഷ്ടം, നഷ്ടം, അത് ഒറ്റപ്പെടുത്തൽ, ഈ അനുഭവങ്ങളൊക്കെയും വന്നിട്ട് ഒരു വിശ്വാസി അവൻ വിശ്വാസം നിലനിൽക്കുന്നെങ്കിൽ സാത്താൻ തോറ്റ് പിന്മാറും. Mocking, reproaches, vilification, persecution, in the midst of all these things, if a believer stands still, the devil goes back defeated. ആകയാൽ നീ ക്രിസ്തീയതത്തിൽ നിന്ന് പിന്മാറ്റ ഹൃദയത്തോടിരിക്കുന്നെങ്കിൽ മടങ്ങി വരിക. Therefore, in the Christian life, if you develop a backsliding heart, make a comeback. ലോകത്തിലെ ഓരോ സംഭവങ്ങളും യേശു വരുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതിനാൽ എത്രയും വേഗതാസ്ഥാനപ്പെട്ട് നീ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. As every event of the world proclaims that the coming of the Lord is very nigh, repent, keep awake, get prepared for the coming of the ഒരു Lord. വിശ്വാസി പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ When a believer slips into backsliding, പിശാച് കഴിയും വേഗത്തിൽ അവനെ കൊന്നുകളയും. the devil without much delay will kill him. എന്തിനെന്ന് ചോദിച്ചാൽ What for? അവൻ പിന്നെ യഥാസ്ഥാനപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ. If he regrets again, he may go to the kingdom of God. That should not take place. പിന്മാറ്റ അവസ്ഥയിൽ മരിക്കുമെങ്കിൽ അവൻ നരകത്തിൽ പോകുന്ന പിശാചിന് അറിയാം. The devil knows fully well if he dies in the backsliding nature, definitely he will go to hell. അതുകൊണ്ട് ദൈവവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാൽ കൂടുതൽ പിന്മാറ്റക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണം. Therefore, we have to pray more for a backslider than for a child of അവന് God. പിന്മാറ്റത്തിന് മരിച്ച നരകത്തിലേക്ക് ശിക്ഷാവിധിയിലേക്കും പോകാതെ ഒരു മാനസാന്തരം ഉണ്ടായി അവൻ ദൈവത്തിലേക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ. He should not go to the kingdom of the devil by dying his backsliding. Instead, he should repent and come unto the Lord. ഈ അവസ്ഥയിലിരിക്കുന്ന ഒരു മാനസാന്തരം വിടുവാൻ ഇച്ഛിച്ച് കർത്താവ് തന്നെ വരവിനെ ദീർഘമാക്കുന്നതേ ഉള്ളൂ. അവൻ ഏത് നിമിഷവും വരാം. The desire of the Lord is then people who are in such a nature,
they should regret and come unto the Lord, they get saved. That's why the Lord is delaying his coming. At any moment the Lord may appear. അടുത്തതായി ആര് മാനസാന്തരപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? After which it is the desire of God for whose repentance? വിശുദ്ധന്മാർ മാനസാന്തരപ്പെടണം. The saints should repent. അതെ, വിശുദ്ധന്മാർ മാനസാന്തരപ്പെടണം. The saints should repent. വിശുദ്ധന്മാരെന്നുള്ള പദപ്രയോഗം കൊണ്ട് എല്ലാം തികഞ്ഞു എന്നുള്ള അർത്ഥം വരുന്നില്ല. The terminology saint doesn't mean the perfected ones. TPM-ല് ഇങ്ങനെ ആയിത്തീർന്ന സുവിശേഷ വേലക്കാരെ വിശുദ്ധന്മാരെ വിളിച്ച് ബാക്കിയുള്ളവരെ അല്ല എന്നൊരു നിലയിലാക്കി തീർത്തിരിക്കുക. And therefore normally in TPM the workers are named the saints, implies others are unsaintly. ഇത് വിശ്വാസികൾ പറയുന്തോറും സുവിശേഷ വേലക്കാർക്ക് നീളം കൂടിയും വരും. As believers call this name and the workers are boastful. ലേഖനങ്ങൾ വായിച്ചു നോക്കണം, മുഴു സഭയെയും വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. You read the epistle, the entire congregation is addressed saints. പക്ഷെ അതിന് പടി വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രം. But you can find that the process or stages. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പാപമോചനം പ്രാപിക്കുമ്പോൾ അവൻ ഒരു വിശുദ്ധനായി തീരും. When a person gets convicted of his sins, he gets repentance, he is saint. അവന്റെ പേര് വിശുദ്ധൻ തന്നെയാണ്. His name is a saint. അവൻ സ്നാനമേൽക്കുമ്പോൾ ഒരു പടിയോടെ വളർന്ന വിശുദ്ധനായി. When he takes baptism, he grows one more step in holiness. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒരു പടി കൂടെ വളർന്ന വിശുദ്ധനായി. When he receives anointing, he grows one more step. അവൻ വേർപാട് ജീവിതം നയിക്കുകയും ആത്മീയത വളരും ചെയ്യുന്തോറും വിശുദ്ധൻ എന്നുള്ളതായ പദവിയുടെ ഉന്നത പടവുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. When he puts up a life of separation, grows up in holiness, he is climbing step after step in sainthood. അതിൽ തന്റെ ദൈവത്തിന് വിളിയുണ്ടായി ലോകത്തിലുള്ള സകലവും വിറ്റും പ്രതിഷ്ഠിക്കപ്പെട്ട കർത്താവിനെ വേലക്കിറങ്ങുമ്പോൾ അവർ ഉന്നത പടിയിലുള്ള ഒരു വിശുദ്ധനായിട്ട് മാറുകയാണ്. Again the same, as they hear the calling of the Lord, they forsake everything and come to do the will of God. They come to another stage, other step of this holiness. ശുശ്രൂഷകരായി തീർന്ന ശേഷവും ദൈവേഷ്ടം ചെയ്യുന്നതിനനുസരിച്ച് അവർ വിശുദ്ധന്മാരെന്നുള്ള പദവിയിൽ ഉയർന്ന ആ നിലയിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. Even after becoming the workers of the Lord, according to the measure in which they do the will of God, they grow step by step in the status of being saints. അതുകൊണ്ട് ആ പരിപൂർണതയിൽ എത്തുന്നതുവരെയും എല്ലാ വിശുദ്ധന്മാർക്കും മാനസാന്തരം ആവശ്യം. Therefore till one reaches the perfection, every saint is in need of the experience. ഒരു കുറവുമില്ല, ഒരു കുറ്റവുമില്ല എന്ന് പറയാൻ വരുന്ന ഊനമില്ല എന്ന് പറയത്തക്ക നില എത്തുമ്പോഴേയും വിശുദ്ധന്മാർക്ക് മാനസാന്തരം ആവശ്യം. Till one reaches the point, there's no blame in me, I'm quite unblameable. The saints should have the experience of repentance. എം ജെ മാത്യുവിന്റെ ആ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമല്ലോ. You know the language of Pastor M.J. Matthew. കർത്താനവരെങ്കിൽ വിശുദ്ധന്മാരാരും എടുക്കപ്പെട്ടതില്ല, പൂണ്ടപ്പെട്ട വിശുദ്ധന്മാരെ എടുക്കപ്പെടുക. The saints will not be taken up at the coming of the Lord, only the perfect saints will be caught up. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ When Paul was writing epistle to the church of Corinthians, ഒന്നാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, in First Corinthians chapter 1 the 2nd verse, അവിടെ വിശുദ്ധന്മാർക്ക് എഴുതുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. and we read writing unto the saints. അങ്ങനെ വിശുദ്ധന്മാർക്ക് എഴുതി വന്നിട്ട് എന്താണ് എഴുതി അങ്ങോട്ട് പോകുന്നത്? Writing unto the saints, what does he continue? അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, 3rd verse of chapter 3, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷമനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? and there are strife and divisions among you, you walking like carnal and as other men. വിശുദ്ധന്മാരെ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നു പറഞ്ഞു തുടങ്ങിയിട്ട് വിശുദ്ധന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഉണ്ട്. He marks the beginning saying, I write unto the saints, and finally he says, O saints among you, there is a strife and division. 4-ാം വാക്യത്തിൽ അവര് പക്ഷം തിരഞ്ഞിരിക്കുകയാണ്. In the 4th verse, they are factionalized. ഒരാൾ പൗലോസിന്റെ പക്ഷം പിടിക്കും, ഒരാൾ അപ്പൊല്ലോസിന്റെ പക്ഷം പിടിക്കും. One faction belongs to Paul, another one to Apollo. അപ്പോൾ തന്നെ അവർ വിശുദ്ധന്മാരുമാണ്. Meantime, they are claiming to be saints. അതെ, ഇന്ന് രക്ഷിക്കപ്പെട്ടവരായി സ്നാനപ്പെട്ടവരായി ചാരാച്ചറ സഭയിലുള്ള എല്ലാവരും വിശുദ്ധന്മാരാണ്. The saved, anointed people of the members Charachara Church are today saints. എന്നാൽ വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കുന്നു, മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? To the saints let me ask, what are the things in which you must repent? യേശു എന്തുകൊണ്ടാണ് തന്റെ വരവ് ദീർഘിപ്പിക്കുന്നത്? Why does the Lord delay his coming? വിശുദ്ധന്മാരായ നമ്മുടെ മാനസാന്തരത്തിനായി. It is for our repentance who are saints. നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം പൂർണ്ണതയിലേക്ക് പോയെങ്കിലേ യേശു വരുമ്പോൾ നമ്മളെ ചേർത്തുള്ളവാൻ കഴിയുള്ളൂ. If we repent, set correctable life and reach perfection only, when the Lord appears, we will be caught up to him. നാം ഒരു ഊനമില്ലാതായി തീരുന്നവരെയും അവൻ നമുക്കായി ദീർഘക്ഷമയോടിരിക്കുകയാണ്. Till we become unblameable with long suffering, the Lord is waiting for. കർത്താവ് നമുക്കായി ദീർഘക്ഷമയോടിരിക്കുന്നു. The Lord develops long suffering for us. രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ 5 വർഷം കൊടുത്തു.
After getting saved, I provided 5 years. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് 8 വർഷമായി. After 9, it is now 8 years passed by. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി 10 വർഷമായി. After coming to the ministry, 10 years put up. ഇപ്പോഴും വിശുദ്ധന്മാരുടെ മാനസാന്തരത്തിനായി ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. Even now, with long suffering, the Lord is waiting for the repentance of the saints. ഇപ്പോൾ ഞാൻ കാഹളധ്വനിയോട് എന്നാൽ ഈ വിശുദ്ധന്മാരെ എനിക്ക് ചേർത്തുകൊള്ളുവാൻ If കഴിയില്ല. I go now not to collect my people, I cannot gather. അവരെ ചേർത്തുകൊള്ളാൻ കഴിയാതെ വണ്ണം അവരുടെ രൂപാന്തരം തടസ്സമായി ഇന്ന സ്വഭാവങ്ങൾ അവരുള്ളതായി ഞാൻ കാണുന്നു. I understand there are certain handicaps and weaknesses in them whereby they are not perfect, and therefore I cannot receive them if I go now. നീ നശിച്ചു പോകുന്നോ കൈവിടപ്പെടുന്നതോ എനിക്ക് ഇഷ്ടമല്ല. It is not the will of God that you should be left behind or condemned. ആകയാൽ നിനക്കായി നിന്നെ ഓർത്ത് നിന്നെ മാനസാന്തരത്തിനായി സമയം തന്നുകൊണ്ട് ഞാൻ എന്റെ വരവിനെ ദീർഘമാക്കുന്നു. Therefore, remembering you, considering you, only for you, the Lord is expanding His coming, that you might not be left behind. ആകയാൽ മാനസാന്തരപ്പെടുക എന്ന് അവൻ കൽപ്പിക്കുന്നു. Therefore, the Lord commands, repent. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. Let's close our eyes. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. Let's bow down our heads. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യേശുവിന്റെ വരവ് ദൂരെയോ? What do you think? Whether the coming of the Lord is away? കർത്താവിന്റെ വരവ് ദീർഘമായി കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നുവോ? Do you think the Lord is prolonging His coming? ഒരിക്കലുമില്ല. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. No, His coming is very nigh. കർത്താവിന്റെ വരവിലെ ലക്ഷണങ്ങൾ എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരുകയില്ല. If we speak about the signs of the coming of the Lord, hours together will be insufficient. ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നാം ഇപ്പോൾ ചിന്തിച്ചുള്ളൂ. We have just meditated upon a few things only. ഈ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ വെച്ച് നോക്കുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു. When we analyze the thought about matter, we understand He is at the door. അവൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. He is waiting for us. അവൻ നമുക്ക് വേണ്ടി ദീർഘക്ഷമയോടിരിക്കുന്നു. With long suffering, He is waiting for us. നമുക്ക് മാനസാന്തരപ്പെടാം. Let us repent. നമ്മളെ തന്നെ താഴ്ത്താം. Let us humble ourselves. ശുദ്ധീകരിക്കപ്പെടാം. Let us get sanctified. കർത്താവിന്റെ കാഹളധ്വനിയോടുകൂടെ വരുമ്പോൾ When the Lord appears with His trump, കണ്ണിമയ്ക്കുന്നിടയിൽ with a twinkling of an eye, നമ്മുടെ ആ ശരീര രൂപാന്തരപ്പെടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് നീക്കാം. let us put aside all the obstacles which may hamper our transformation. യേശുവേ, ഞാൻ യാത്ര തുടങ്ങി ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് എടുക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് ആയിട്ടില്ല. Oh Jesus, I started the journey, put up this much service, however, I'm confident enough of being taken up. ഞാൻ എന്നിലേക്ക് നോക്കി അനവധി കുറവുകൾ കാണുന്നുണ്ട്. Oh Lord, I examine myself, I detect many കർത്താവേ, shortcomings. ഞാൻ മനസ്താപപ്പെടുന്നു. Oh Lord, I repent. കർത്താവേ, ഞാൻ ദുഃഖിക്കുന്നു. Oh Lord, I grieve. കർത്താവേ, ഞാൻ ഏറ്റുപറയുന്നു. Oh Lord, I confess. കർത്താവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. Oh Lord, I come closer to you. നിന്റെ വിശുദ്ധ സഭയ്ക്കായി നീ വരുമ്പോൾ ഞാനും അതിൽ കാണപ്പെടട്ടെ. Once we come together with Holy Church, Master, I എന്റെ കണ്ണ് മുൻപാകെ പ്രവചനങ്ങൾ ഓരോന്നും നിറവേറുമ്പോൾ നിന്റെ വരവിന് ദീർഘമാകില്ല എന്ന് ഞാൻ അറിയുന്നു. Before my own eyes, when the events of their coming are fulfilled, I understand thy coming is not delayed. നിന്നെ ആ തിരുനാഴികയിൽ നീ വെളിപ്പെട്ട് നിന്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ കൃപയാൽ അതിൽ കാണപ്പെടുവാൻ എന്നെ ഒരുക്കുമാറാകണമേ. Oh Lord, when you appear to gather the saints in an unthinking hour, by grace I must also be found place in that group. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ആമേൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക. വാനിൽ പറന്നു ആമേൻ. പോകാൻ സോദരാ ഹല്ലേലൂയ. ഒരുങ്ങിടുക, ആയിരലാവന ലോകം സിഗ, വെറുത്തിടുക, ശവന ഖര സിഗ വേഗം ലവന, ഗമിച്ചിടുക, ശവന സിഗ വാനിൽ ഖര സിഗ. പറന്നു പോകാൻ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ആമേൻ. ശാലേം രാജൻ വരുന്നൊരു ആമേൻ. ധ്വനികൾ ആമേൻ.